സൗദിയിൽ മത്സ്യബന്ധന ബോട്ടിന് നേരെ കടൽ കൊള്ളക്കാർ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു ഇന്ത്യക്കാരൻ കൂടി മരിച്ചു. തമിഴ്നാട് സ്വദേശി ശങ്കർ ഗോവിന്ദസ്വാമിയാണ് മരിച്ചത്. ഇതോടെ കഴിഞ്ഞ ആഴ്ച നടന്ന ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. 3 പേർ പരിക്കുകളോടെ ചികിത്സയിലാണ്. കിഴക്കൻ സൗദിയിലെ കഫ്ജിയിൽ നിന്നും മത്സ്യബന്ധന ബോട്ടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മത്സ്യത്തൊഴിലാളികളിൽ ഒരാൾ കൂടി മരിച്ചു. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശി ശങ്കർ ഗോവിന്ദസ്വാമിയാണ് മരിച്ചത്. ഒരാഴ്ചയായി ശങ്കർ ഗോവിന്ദസ്വാമി ദമാം സെൻട്രൽ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇതോടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2ആയി. ആഗസ്റ്റ് 11-നാണ് മത്സ്യബന്ധനത്തിനിടെ ഇവർക്കെതിരെ കടൽക്കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടായത്. അക്രമികൾ ഇവർക്കെതിരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് കൂടെയുണ്ടായിരുന്നവർ പറഞ്ഞു. ആക്രമണത്തിൽ തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശി മവീരൻ പാക്കിരി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. സംഭവത്തിൽ സൗദി സുരക്ഷാ വിഭാഗത്തിന്റെയും തീരദേശ സേനയുടെയും നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടെയുണ്ടായിരുന്ന മറ്റു 3 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സൗദി ഇറാൻ അതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. സാമൂഹ്യ പ്രവർത്തകൻ ഷാജി വയനാടിന്റെ നേതൃത്വത്തിൽ മൃതദേഹങ്ങൾ നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം.